ജീവിതത്തിലെ സലഫിയത്ത്, നമ്മുടെ ഈന, അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, തൃപ്തനാണോ തൃപ്തയാണോ നാം ചിന്തിക്കുക. നമ്മുടെ ഭാര്യയുടെ അടുത്തേക്ക് നാം ചെല്ലുമ്പോൾ ഒരാശ്വാസം ഉണ്ടാകുമോ? നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തിരിച്ചും നാം ചിന്തിക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് തൃപ്തരാണോ? നമ്മുടെ മക്കളുടെ ബാധ്യത നാം നിർവഹിക്കുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ മാർക്ക് എത്രയാണ്? എല്ലാ രംഗത്തും സലഫിയത്തുണ്ട്. സാമൂഹ്യ ജീവിതത്തിലെ സലഫിയത്ത്. നമ്മുടെ അയൽവാസി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വാരതരച്ചുണ്ണവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോൾ അയൽവാസി മുസ്ലിം ആണെങ്കിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ അയൽപക്ക ബന്ധത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സലഫിയത്ത് എവിടെയാണുള്ളത്? നമ്മുടെ പൊതുരംഗം. നമുക്കറിയാം, മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മക്കയിൽ നിന്ന് പീഡനം സഹിച്ച സന്ദർഭത്തിൽ നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് പലായനം ചെയ്തു പോയി. അന്ന് നജ്ജാശി മുസ്ലിം അല്ല. ഒരു അമുസ്ലിം ഭരണാധികാരി ഉള്ളിടത്തും ജീവിക്കാമെന്ന് കാണിച്ചു തന്ന ആ സലഫിയത്തിൽ ഇന്ത്യയെപ്പോലൊരു മതേതര രാജ്യത്ത് ഇവിടെയുള്ള മറ്റു മതക്കാരോട് മാനുഷിക ബന്ധം വെച്ചു പുലർത്തി വർഗീയതയും വിഭാഗീയതയും വിപാടനം ചെയ്യുന്ന ആ ജിഹാദിന്റെ വിഷയത്തിൽ നാം എവിടെയുണ്ട്? പൊതുരംഗത്ത് നമ്മൾ എവിടെയുണ്ട്? അങ്ങനെ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും ഇത് പാലിക്കാൻ നമുക്ക് സാധിക്കണം.